ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ 3 നോമ്പ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഞാൻ മൂന്നാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വെച്ചാൽ നോമ്പിന് എങ്ങനെയാണ് ഒരു നോമ്പിന് എങ്ങനെയാണ് ഞാൻ ഉണ്ടാകുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു നല്ല അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സാധാരണ വെച്ചാൽ ഞാൻ ഒരു 4 മണി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വരാം. ഇന്ന് വീഡിയോ എടുക്കാനുണ്ടായതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം വേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് ഒരു 3 മണിക്ക് തന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. വൈകുന്നേരം എന്തെന്നാന്ന് സ്നാക്ക് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് കഴിക്കാൻ ഉണ്ടാക്കേണ്ടത് എന്നല്ല ഞാൻ രാവിലെ തന്നെ പ്ലാൻ ചെയ്ത് നോക്കും കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പണി ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് തോന്നും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ സവാളയും അതുപോലെ തന്നെ മല്ലിയില, കറിവേപ്പില, ഗ്രീൻ ചില്ലി, പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാനിതാ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടിയിട്ട് ഉപ്പും മഞ്ഞൾ പൊടിയെല്ലാം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ ഞാൻ കറി വെക്കാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ടൊമാറ്റോ, സവാള, ഗ്രീൻ ചില്ലി, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്കെല്ലാം അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ എല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് ഉണ്ടാക്കേണ്ട എല്ലാം ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ടുള്ളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചിന്ന് കായ്പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കായ്പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള കായ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എനിക്ക് തേങ്ങ പാലെടുക്കാനും വേണം. അതുപോലെ തന്നെ ഞാനിന്ന് കുഞ്ഞിപ്പത്തിരിയില്ലേ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകം, 2-3 ചെറിയുള്ളി, പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അപ്പം അത് ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. അത് ഞാൻ ഇതാ ഒരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ഒറോട്ടിപ്പൊടി, പത്തിരിപ്പൊടി എന്ത് വേണമെങ്കിലും പറയാം, അതെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് ഇതാ ഞാൻ ആ ഒതുക്കിയ തേങ്ങൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്ക് സാധാ പത്തിരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ തേങ്ങൻ്റെ അരപ്പും കൂടി ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ കുഞ്ഞിപ്പത്തിരി എന്ന് വെച്ചാൽ നമുക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടെല്ലാം ചെയ്യാം കേട്ടോ. ബീഫ് വെച്ചിട്ട് ചേരുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നൽ. എനിക്ക് അതായിരുന്നു ഫേവറേറ്റ്. ഇനി ഇതാ നന്നായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇതാ അത് നന്നായിട്ട് സെറ്റാക്കിയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ റൗണ്ട് ബോൾസ്, ചെറിയ ബോൾസാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ പറ്റുന്നുണ്ട്. അപ്പം അത് കുഴച്ചിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനി വന്നിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം കേട്ടോ. കട്ട്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി ഇതാ തവ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള സവാളയും മല്ലിയിലയും കറിവേപ്പിലയും പച്ചമുളകുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ സവാള അത്യാവശ്യം ഒടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറിയിലേക്ക് ഇതാ കുറച്ച് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ വെച്ചാൽ അത്യാവശ്യം വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പത്തിരിയും കൂടി മിക്സ് ചെയ്യാനുണ്ടായതുകൊണ്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ ഈ മൂന്നും ഇട്ടിട്ടൊന്ന് പൊട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അതുവരേക്ക് നമുക്ക് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ സവാള നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ പൗഡേഴ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, പിന്നെ വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ കിഴങ്ങിൻ്റെ ആ ഇതുണ്ടല്ലോ, ഉടച്ചു വെച്ച കിഴങ്ങ്, അതും അതുപോലെ തന്നെ ചിക്കൻ ചെറുതായിട്ട് നുള്ളിയിട്ടത് അതും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കയ്യിലുകൊണ്ട് മിക്സ് ചെയ്യൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് അടിച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അത് നമുക്ക് തണിഞ്ഞിട്ടാകുമ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ അത് അട റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് കീച്ചു വെച്ചതിന് ശേഷം അതേ അടുപ്പിൽ നമുക്ക് കായ്പോള ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിരുമ്പം അതിലേക്ക് ഒരു 5-6 കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ്മിസ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കാഷ്യൂ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ സമയത്ത് നമ്മുടെ കറിയിലെ സവാള നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടിട്ട് അതും നന്നായിട്ട് ഉടഞ്ഞ് മിക്സായിട്ട് വരുന്നവരെ നമുക്ക് കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. അപ്പം കാഷ്യൂ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കായ് ഉണ്ടല്ലോ, പഴം, അത് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടില്ലേ. അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, ഓവറായിട്ട് പഴുത്തിട്ടില്ല, എന്നാലും അത്യാവശ്യം പഴുത്ത 2 ബനാന ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വളയിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ സമയം കൊണ്ട് അത് നന്നായിട്ട് ഇതായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 3 മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 2 ബനാനയ്ക്ക് ഞാനിവിടെ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടില്ലേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് തന്നെ ഞാനിതാ 1 ടീസ്പൂണോളം മിൽക്ക് പൗഡർ ഉണ്ടല്ലോ, പാൽപ്പൊടി, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽട്ടായി വരുന്നവരെ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതാ വാട്ടി വെച്ച പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ പഴം വാട്ടിയിട്ടുള്ള അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നേരത്തെ എണ്ണ അതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിലേക്ക് നമ്മുടെ കായ്പോളൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കാഷ്യൂ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന്
കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടിച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് 5-6 കാഷ്യൂനട്ട് കുതിർത്ത് വെച്ചിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു മിക്സിൽ നമ്മുടെ ഈ ടൊമാറ്റോയും സവാളയും ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതേ മിക്സഡ് ജാറിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഇതാ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു മസാലക്കൂട്ടെല്ലാം നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ നന്നായിട്ട് 1-2 മിനിറ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഒഴിക്കണ്ട, ചിക്കൻ വേകുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ട് ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതടന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജോലികൾ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുക്കാനുണ്ട്. അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അല്ലെങ്കിൽ വയ്യാവുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡായി പോകും. അവിടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം തണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. തണിഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് നന്നായിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുമ്പോൾ അല്ലേ നമുക്ക് നമ്മുടെ ജോലിയെല്ലാം ഭയങ്കര ഈസി ആയിട്ട് തോന്നും കേട്ടോ. അങ്ങനെ ഓവറായിട്ട് ടയേർഡാവും കൂടി ചെയ്യില്ല. ആ സമയം കൊണ്ട് ഇതാ നമ്മുടെ കായ്പോളൻ്റെ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം വേറൊരു പാനിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് അത് മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് തിളച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റിന് ഞാൻ തേങ്ങൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതാ ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ആ തേങ്ങാപ്പാലെല്ലാം നന്നായിട്ട് വെന്തിട്ട് ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് അടിച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ സമയത്ത് ഞാനിതാ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവിത്തട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം വെച്ചിട്ട് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ കായ്പോള കീച്ചതിന് ശേഷമാണ് ഞാനത് വെച്ചിട്ടുണ്ടായത്. ഇനി ഇതാ നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം കുഞ്ഞിപ്പത്തിരിയെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഈ ഒരു ഐറ്റത്തിന് ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ ഏരിയയിൽ ശരിക്കും പറയൽ കടുമ്പ് എന്നാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ആണപ്പത്തിരി,
പിന്നെ പിടി, അങ്ങനെ എന്തെല്ലോ പേരുണ്ട് കേട്ടോ ഇതിനെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞിപ്പത്തിരി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഇവിടെയെല്ലാം പറയൽ ആണപ്പത്തിരി അല്ലെങ്കിൽ കടുമ്പ് എന്നെല്ലാമാണ് കേട്ടോ പറയൽ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അത് ഞാൻ ആക്കിയിട്ട് തീമെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിതാ നേരത്തെ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ റെഡിയാക്കിയിട്ടുണ്ടായ നമ്മുടെ വെജ് സമൂസ ഉണ്ടല്ലോ, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ ഒരു കൈപ്പിടി പുതിന ചപ്പുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിതാ 5-6 ഗ്രേപ്സ് ഉണ്ടല്ലോ, കറുത്ത ഗ്രേപ്സ്, നമ്മൾ ജ്യൂസ് അടിക്കുന്ന ഗ്രേപ്സ് അല്ല, മറ്റേ കുറച്ച് വലിപ്പമുള്ള ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് മിനിറ്റ് അരിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം ഡയറക്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ചധികം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തണുത്ത വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാനിതാ ഒരു ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നാരങ്ങ പിഴിഞ്ഞ വെള്ളം നമുക്ക് നേരത്തെ അടിച്ച് വെച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടി തണുത്ത വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ജഗ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ പുതിനയിലെല്ലാം കുടിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ നല്ല ഇതായിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ ഇതിൽ ഞാൻ ഗ്രേപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം ഗ്രേപ്സിൻ്റെ ഇതുണ്ടാവില്ല, എന്താ സീഡ്, കുരു, അപ്പം അത് നമുക്ക് കുടിക്കുന്ന സമയത്ത് ഡിസ്റ്റർബായിട്ട് തോന്നും. അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾ ഗ്രേപ്സ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അരിച്ചെടുക്കണമൊന്നുമില്ല. ഇത് അതേപോലെ തന്നെ സേവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ 2-3 ഐസ് ക്യൂബ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഞാൻ നേരത്തെ ഒരു 1-2 ടീസ്പൂണോളം കസ്കസ് ഉണ്ടല്ലോ, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ലൈം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രം മതി, നമുക്ക് വേറൊന്നും വേണ്ടി വരില്ല കേട്ടോ. ഒരു ജ്യൂസോ ഒരു ഷേക്കോ ഒന്നും വേണ്ടി വരില്ല. അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലൈമാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഇനി ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവയ്ക്കാം. ആ സമയം കൊണ്ട് ഇതാ ഞാൻ കുഞ്ഞിപ്പത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുഞ്ഞിപ്പത്തിരി ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് വരട്ടെ, അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ സമയമെല്ലാം ഏകദേശം ആവാനായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ വെജ് സമൂസയും അതുപോലെ തന്നെ ചിക്കൻ കട്ട്ലേറ്റെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ സ്റ്റൗവിൽ തന്നെ നമുക്ക് ചായയും കൂടി വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് ഇനി നമ്മുടെ കുഞ്ഞിപ്പത്തിരി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടു കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ചായയും കൂടി വെക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ അതിന് ശേഷം ഇതാ കുഞ്ഞിപ്പത്തിരി ഇല്ലേ, അത് നമ്മുടെ കറിയിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആ കുഞ്ഞിപ്പത്തിരി കറിയിലേക്കൊന്ന് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കണം. ആ കറിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ ആ കുഞ്ഞിപ്പത്തിരിയിൽ നമ്മുടെ ആ കറി ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വരണം. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമ്മുടെ കുഞ്ഞിപ്പത്തിരിയും അവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ.
നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം അത് നമുക്ക് അവിടെ അടച്ചു വെക്കാം. അങ്ങനെ ഇതാ ഏകദേശം ബാങ്ക് കൊടുക്കേണ്ട ടൈമെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ടേബിളൊന്ന് സെറ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ. സാധാരണ ഞാൻ ഇത്രയൊന്നും കടി ഉണ്ടാക്കലില്ല കേട്ടോ. ഏതെങ്കിലും ഒരു കടിയും ഫ്രൂട്ട്സും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി മാത്രമേ ഉണ്ടാക്കും, വേറൊന്നും ഞാൻ ഉണ്ടാക്കലില്ല. പിന്നെ ഈ ഒരു കപ്പിൽ കാണുന്നുണ്ടോ അത് കഞ്ഞിയാണ് കേട്ടോ, മസാലക്കഞ്ഞി. ഇത് നമ്മുടെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. അപ്പം അതും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതൊന്നും ഉണ്ടാക്കലില്ല. സാധാ ഈ വെള്ളവും ഫ്രൂട്ട്സും പിന്നെ ഏതെങ്കിലും ഒരു തരം കടിയും മാത്രമേ ഉണ്ടാക്കലുള്ളൂ. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ടും കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര കടികൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ബാങ്ക് കൊടുത്തിട്ട് അൽഹംദുലില്ലാ നമ്മൾ 3ാമത്തെ നോമ്പും തുറക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അൽഹംദുലില്ലാ നമ്മൾ ഈത്തപ്പഴവും വെള്ളവും ജ്യൂസെല്ലാം കൊണ്ട് നമ്മുടെ 3ാമത്തെ നോമ്പും തുറന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടയേർഡാണ്. കാരണം വെച്ചാൽ ഈ പാലക്കാട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട് കൂടുതലാണ്, ഒന്നാമതേ ചൂട് കൂടുതലാണ്. അപ്പം ഈ ഒരു നോമ്പിൻ്റെ സമയത്തും ഇതേപോലെ ചൂടാണെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡാണ് കേട്ടോ. ഒരു ഉച്ചവരെയല്ലാന്നെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കും. ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വിശപ്പൊന്നും ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടാവും കേട്ടോ. അപ്പം വെള്ളം കുടിച്ചതിനോടെ അത്യാവശ്യം വയറെല്ലാം നന്നായിട്ട് ഫില്ലാവും കേട്ടോ. പിന്നെ വേറൊന്നും ഉണ്ടാക്കിയതൊന്നും കഴിക്കാൻ വേണ്ടി കഴിയലില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കലും ഇല്ല കേട്ടോ. വെറും വെള്ളവും ഫ്രൂട്ട്സും മാത്രം കൊണ്ടാണ് നമ്മൾ നോമ്പ് തുറക്കാറ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഇതുപോലുള്ള വീഡിയോയും റെസിപ്പി വീഡിയോ എല്ലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം, പിന്നെ എന്തെങ്കിലും കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പുതുപുത്തൻ വീഡിയോ എല്ലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.